തെരുവിലെ മനുഷ്യർക്കൊരു കൈത്താങ് എന്ന മഹത്തായ ഫൗണ്ടേഷനിലൂടെ കോഴിക്കോട് മുഖദാർ സ്വദേശിയായ ജലീൽ ഇന്ന് തെരുവിൻ്റെയല്ല സ്വർഗത്തിന്റെ കവാടത്തിന് മുന്നിലാണ്. കോഴിക്കോട് മുഖദാർ ബീച്ചിൽ കക്ക വാരിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ കാശിൽ നിന്നാണ് ജലീൽ കുടുംബത്തിനോടൊപ്പം ഈ പുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. ഒഴിഞ്ഞ വയറും തെരുവും ഒറ്റപ്പെടലും. ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്നതിനേക്കാൾ ഭീകരമായ അവസ്ഥ വേറെ ഉണ്ടാകുമോ? തെരുവിലെ ഈ കടുത്ത അവസ്ഥകളെ അടുത്തറിഞ്ഞവർക്ക് ഒറ്റപ്പെട്ടു പോയവരുടെ അറ്റുപോയ ബന്ധങ്ങളുടെ മുറിപ്പാടുകളുടെ വേദന അറിയാനാവും. എന്നാൽ ഇതിൻ്റെ എല്ലാ അളവുകളിനേക്കാൾ മുകളിലായി ജലീലിനറിയാം. വലിച്ചെറിയപ്പെടുന്ന ബന്ധങ്ങൾ, പിന്നിടുന്ന വഴികൾ, കാണുന്ന കാഴ്ചകൾ കണ്ടു നിൽക്കാൻ പലപ്പോഴും അസഹനീയമാണ്. ഒന്ന് കുളിക്കാനോ വിശപ്പടങ്ങാൻ ഒരു നേരം പോലും ഭക്ഷണമോ മുഷിയാത്തൊരു വസ്ത്രമോ തലച്ചായ്ക്കാനൊരിടമോ ഇല്ലാത്തവൻ്റെ മുന്നോട്ടുള്ള അവസ്ഥയാണ് TMK ഫൗണ്ടേഷൻ ട്രസ്റ്റ് മുന്നോട്ട് കാണുന്നത്. ജീവിതത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ജലീലിനെ പോലെയുള്ളവരെ സമൂഹത്തിന് ആവശ്യമാണ്. മറ്റുള്ളവരെ വേദന അറിഞ്ഞ് മനസ്സറിഞ്ഞ് കൂട്ടായി ഒരു നേരത്തെ അന്നമായി തുണയുന്നത് ദൈവത്തിന് തുല്യമായ പ്രവൃത്തിയാണ്. ഇന്ന് ജലീലിനോടൊപ്പം സ്റ്റുഡൻറ് കേഡറ്റ്സ് ഉണ്ട്. എന്നാൽ ഈ ട്രസ്റ്റിന്റെ വിജയം നമ്മൾ ഓരോരുത്തരുടെയും വിജയമായിരിക്കണം. ഇനിയൊരു ജീവിതം തെരുവിൽ പുലരുതേ എന്ന ഉറച്ച പ്രാർത്ഥനയും വിശ്വാസവുമാണ് കിടകൂടെയുള്ളത്. നമ്മൾക്കും അതിൽ പങ്കാളിയാവാം. പ്രിയമുള്ളവരെ, ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരവധിയാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടത് വെറും ഒരു ഉച്ചഭക്ഷണം മാത്രമാണ്. അതല്ല, ആരോരില്ലാതെ തെരുവിലകപ്പെട്ട് വീട്ടിലൊറ്റപ്പെട്ട് നിൽക്കുന്നവർക്കുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. കിടപ്പ് രോഗികൾ, അരന്റെ കീപ്പോട്ട് കൊഴിഞ്ഞവർ, അതുപോലെ തന്നെ തെരുവിലകപ്പെട്ടിട്ട് പലതരം രോഗികളുണ്ട്. അവരൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബൈസ്റ്റാൻഡർ വേണം. ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിലും അവർക്കുള്ള ഭക്ഷണം, രാവിലത്തെ ഭക്ഷണമാവട്ടെ, ഉച്ചഭക്ഷണമാവട്ടെ, രാത്രിത്തെ ഭക്ഷണമാവട്ടെ ഒക്കെ ഞങ്ങളാണ്. തെരുവിൽ ജട പിടിച്ച് അവശനായി കിടക്കുന്ന ആൾക്കാരെ കാണാം, അവരെ വൃത്തിയാക്കുക. ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടിയത് നിങ്ങളെ സഹായമാണ്. ഈ പുണ്യമാസത്തിൽ ഒരുപാട് സഹായം ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളെ മറക്കരുത് എന്ന് പ്രത്യേകം പറയാണ്. ഒരുപാട് കടബാധ്യത ഉണ്ട്. അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ തീരുന്നൊരു കേസല്ല. എന്നാലും സഹായിക്കുന്ന കൂട്ടത്തിൽ അർഹതപ്പെട്ടവരൊക്കെ ആവട്ടെ നിങ്ങളെ സഹായം എന്ന് പ്രത്യേകം മനസ്സറിഞ്ഞ് പറയാം.